എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം ചിന്തിക്കാൻ പോകുകയാണ്. അതിൻ്റെ ആധാരമായിട്ടുള്ളത് യഹൂദന്മാരുടെ ഒരു ട്രഡീഷനാണ്. അതിൻ്റെ പേരാണ് ബക്കോഴ. ബക്കോഴ എന്ന് പറയുന്നത് ഒരു എബ്രായ പദമാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ജ്യേഷ്ഠാവകാശം, അല്ലെങ്കിൽ ദ ബർത്ത് റൈറ്റ്. എബ്രായ കുടുംബങ്ങളിൽ ആദ്യം ജനിക്കുന്ന പുത്രന് പിതാവിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയുടെ മേളിലും പിന്നെ പിതാവിനുള്ള എല്ലാ പൊസഷൻസും, പിതാവിൻ്റെ ഭൂമി, ഇതെല്ലാം ഈ ജ്യേഷ്ഠൻ ആദ്യം ജനിക്കുന്ന ഈ പുത്രനുള്ളത്. അതിനാണ് ജ്യേഷ്ഠാവകാശം. അത് മാത്രമല്ല, പിതാവിൻ്റെ ആ ഒരു അധികാരവും കൂടെ ഈ മൂത്ത മകന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ആ കുടുംബത്തിൻ്റെ. പിന്നെ ആ കുടുംബത്തിലെ ഏറ്റവും അവൻ്റെ ഇളയ സിബ്ലിങ്സിനെല്ലാം കിട്ടുന്നതിനെക്കാട്ടി ഡബിൾ അനുഗ്രഹമായിരിക്കും, അല്ലെ ഡബിൾ പ്രോപ്പർട്ടി ആയിരിക്കും ഈ മൂത്ത മകന് ലഭിക്കുക. അപ്പോൾ പക്ഷെങ്കിൽ ബൈബിളിൽ ഈ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ ഒരു കുടുംബത്തിൽ ആ വീട്ടിലെ ഇളയ മകൻ, ഈ മൂത്ത മകന് ഉള്ള ബക്കോറ, ആ ജ്യേഷ്ഠൻ്റെ അവകാശം അപ്പൻ്റെ കയ്യിൽ നിന്ന് കളിപ്പീരും കൊണ്ട് അവൻ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കഥയാണ് യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അവരുടെ പിതാവാകുന്ന ഇസഹാക്കിൻ്റെയും കഥ. ഒരു ദിവസം ഈ ഇസഹാക്ക് പ്രായമായപ്പോൾ കണ്ണിന് അന്ധത ബാധിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മൂത്ത മകനായിരിക്കുന്ന ഏശാവിൻ്റെ അവന് ഉള്ള അവകാശം അനുസരിച്ച് അവനെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ മൂത്ത മകനോട് പറഞ്ഞു, ഞാനിങ്ങനെ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഏശാവ് ആകുന്ന മൂത്ത മകൻ അതിനായിട്ട് അപ്പൻ പറഞ്ഞ അനുസരിച്ച് ചില കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് അത് ഈ അമ്മ കേട്ടു. അമ്മ ഇളയ മകനോട് പറഞ്ഞു. ഇളയ മകൻ്റെ കണ്ണെപ്പോഴും ഈ ജ്യേഷ്ഠാവകാശത്തിലായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ മൂത്ത മകനായിരിക്കുന്ന, അവൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചു. അവന് ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചു. ഏശാവ് അല്പം ശരീരത്തിൽ രോമം കൂടുതലുള്ള ആളായതുകൊണ്ട് കയ്യിലും കഴുത്തിലും ഒക്കെ ആടിൻ്റെ രോമമൊക്കെ പറ്റിച്ചു വെച്ചിട്ട് അദ്ദേഹം അപ്പൻ്റെ അടുത്തേക്ക് വന്നു. അപ്പനോട് പറഞ്ഞു, അപ്പം പറഞ്ഞ പോലെ അമ്മയുടെ സഹായത്താൽ അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പനോട് പറയുക, ഞാൻ റെഡിയാ അപ്പ അനുഗ്രഹം മേടിക്കാൻ. അപ്പം അപ്പനൊരു സംശയം. അപ്പം പറഞ്ഞു, ശബ്ദം ഇളയ മകൻ യാക്കോബിൻ്റേതാണല്ലോ. അപ്പം പറഞ്ഞു, അല്ല അപ്പം ഞാൻ ഏശാവ് തന്നെയാണ്. അപ്പനെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്തു, നീ ഇങ്ങനെ അടുത്തു വാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അപ്പോൾ യാക്കോബ് അടുത്തേക്ക് ചെന്നു. ഈ അപ്പൻ കെട്ടിപ്പിടിച്ചപ്പോൾ അപ്പന് ഈ മൂത്ത മകൻ്റെ സ്മെല്ല് ലഭിച്ചു. മൂത്ത മകൻ്റെ വസ്ത്രമാണ് ഈ യാക്കോബ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മൂത്ത മകൻ്റെ സ്മെല്ല് ലഭിച്ചപ്പോൾ അപ്പൻ വിചാരിച്ചു, ഇതെൻ്റെ മൂത്ത മകൻ തന്നെയാണ്. അങ്ങനെ അപ്പൻ ഈ യാക്കോബിനെ ഹൃദയം തുറന്ന് ജ്യേഷ്ഠൻ്റെ അവകാശം മുഴുവനും ഈ ഇളയ മകന് കൊടുത്ത് അവനെ അങ്ങ് ബ്ലെസ് ചെയ്യുന്നു. ഈ ഇളയ മകൻ അവിടുന്ന് ഓടിപ്പോകുന്നു. ഈ കഥ അറിയാവുന്നവർ ആയിരിക്കുന്ന നമ്മൾ മിക്ക ആൾക്കാർക്കും അറിയാം. അപ്പോൾ നമ്മളുടെ മനസ്സിൽ യാക്കോബ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു പദം എന്നതാണ്, ആ കളിപ്പീരുകാരൻ, അല്ലെങ്കിൽ അപ്പനെ പറ്റിച്ചവൻ. അങ്ങനത്തെ ഒരു പദമാണ് നമ്മളുടെ മനസ്സിൽ യാക്കോബിനെ കുറിച്ച്. യാക്കോബ് എന്ന് കേൾക്കുമ്പോഴേ ആദ്യം വരുന്നത് ദ ഡിസീവർ. പക്ഷെങ്കിൽ നമ്മളെക്കുറിച്ചും ഒരാളെപ്പോഴും ഇങ്ങനെ പറയുന്നത്, എന്നെയും നിങ്ങളെയും പറ്റി നമ്മളുടെ മേളിലിങ്ങനെ വിരൽ ചൂണ്ടി, കളിപ്പീരുകാരൻ, പറ്റിക്കുന്നവൻ, ചതിയൻ, കള്ളം പറയുന്നവൾ, അല്ലെങ്കിൽ വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയും, പക്ഷേ ജീവിതത്തിൽ എപ്പോഴും തോൽവിയാണ്. ഇതെല്ലാം നമ്മളെയും നമ്മളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നത് മാത്രമല്ല, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവളെ കണ്ടില്ലേ, അവളങ്ങനെയാണ്, അല്ലെ അവനെ കണ്ടോ, അവനങ്ങനെയാണ്. എപ്പോഴും അവൻ്റെ ജോലി ഇതാണ്. ഈ സാത്താൻ്റെ റെവലേഷൻ 12:10 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ റെവലേഷനിൽ പറയുകയാണ്, അവനെ പറയുന്ന വാക്കാണ് ദി അക്യൂസർ ഓഫ് ദി ബ്രദറൻ. അതായത് കുറ്റം പറയുന്നവൻ. സാത്താന് കൊടുത്തിരിക്കുന്ന പേരാ. ഈ സാത്താൻ്റെ ജോലി ഇതാ,
നമ്മുടെ അപ്പൻ്റെ മുന്നേ ഇങ്ങനെ എപ്പോഴും നമ്മളെ കുറ്റം പറയും. നമ്മുടെ അടുത്തും വരും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിടും. ഓ, നീ എന്താ പ്രാർത്ഥിക്കാൻ, നിൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാൻ പോകുന്നുണ്ടോ? നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? അല്ലെങ്കിൽ അല്ല, നീ ആ വ്യക്തിയെക്കുറിച്ച് നിൻ്റെ മനസ്സിലെങ്കിലും നീ ചിന്തിച്ചില്ല, ഇനി നീ എന്താ ആരാധിച്ച ദൈവം കേൾക്കുമോ? ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. നമ്മൾ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ, നമ്മുടെ പിതാവ് നമ്മളെ നോക്കുമ്പോൾ, നമ്മുടെ പിതാവ് നമ്മളെ ഹൃദയം തുറന്ന് നമ്മളെ ബ്ലെസ് ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയോ? യാക്കോബ് ചെയ്തതുപോലെ, യാക്കോബിൻ്റെ അപ്പന് പറ്റിയ പോലെ അബദ്ധം പറ്റിയിട്ടല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ ആരാണെന്ന് നമ്മുടെ പിതാവിന് നന്നായി അറിയാം. ഈ പിശാചി കുറ്റം പറയുന്നതെല്ലാം നമ്മുടെ അപ്പന് നന്നായിട്ട് അറിയാം. നമ്മൾ ചെയ്തതെല്ലാം നമ്മുടെ അപ്പൻ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് പോലും അറിയുന്നതാണ് നമ്മുടെ അപ്പൻ. നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ അപ്പന് കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നതും കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അപ്പൻ അറിയാം. പക്ഷെങ്കിൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നത്, the ones who are baptized into Christ are putting on Christ. ലൈക്ക് ക്രിസ്തു യേശുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മൾ അപ്പൻ്റെ മുന്നേ പോയി നിൽക്കുമ്പോൾ യാക്കോബ് ചെയ്തപോലെ ജ്യേഷ്ഠൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല, ജ്യേഷ്ഠനെ തന്നെ ധരിച്ചുകൊണ്ടാണ്. നമ്മുടെ ജ്യേഷ്ഠനായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ തന്നെ ധരിച്ചുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അപ്പന് നന്നായിട്ടറിയാം. പക്ഷേ അപ്പൻ നോക്കുമ്പോൾ അപ്പൻ കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ നീതി, അവൻ്റെ റൈച്ചസ്നെസ്. അപ്പം നമ്മളെ നോക്കുമ്പോൾ അപ്പൻ യേശുവിൻ്റെ രക്തമാണ് കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ അടുത്തേക്ക് വിളിച്ച് നമ്മളിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ ആ സ്മെല്ലാണ് അപ്പന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വലിയ വീഴ്ചയുള്ളവരാണെങ്കിലും അപ്പൻ നമ്മളിൽ പ്രസാദിക്കുന്ന നമ്മുടെ കഴിവ് കാരണമല്ല കേട്ടോ, നമ്മൾ ധരിച്ചിരിക്കുന്ന ക്രിസ്തു കാരണം അപ്പൻ നമ്മളിൽ പ്രസാദിച്ച് നമ്മളെ അങ്ങ് ബ്ലെസ് ചെയ്യുവാണ്. നമ്മുടെ ജ്യേഷ്ഠനായിരിക്കുന്ന യേശു, അവൻ്റെ ജ്യേഷ്ഠാവകാശത്തിൽപ്പെട്ട അതാണ് എഫേസ്യ ലേഖനം 1-3 വാക്യത്തിൽ പറയുന്ന, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കാം? ബ്ലെസ് ചെയ്തിരിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നാളെ പിശാച് വന്നിങ്ങനെ പറയത്തില്ലേ, നീ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നീ ഇന്ന പരിപാടികളൊക്കെ ചെയ്ത ആളല്ലേ? എന്ന് പറയണം, അതെ, എൻ്റെ അപ്പനും അറിയാം, എനിക്കും അറിയാം, പക്ഷെ ഞാൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. യാക്കോബ് ചെയ്ത കാപഢ്യമാണെങ്കിലും നമ്മളുടെ ജ്യേഷ്ഠൻ അവനെ തന്നെ ധരിക്കാനുള്ളൊരു കൃപ തന്നു. നമ്മുടെ അപ്പൻ്റെ അടുക്ക് നമ്മൾ ജ്യേഷ്ഠനെ ധരിച്ചുകൊണ്ട് പോയി നിൽക്കുമ്പോൾ അപ്പം നമ്മളെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ബ്ലെസ് ചെയ്തിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.